പ്രാചീന നദീതീര ഉത്സവമായ മാമാങ്കം നടത്തപ്പെട്ടിരുന്നത് ഏതു നദിയുടെ തീരത്ത് ആണ്? ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കൽ മകരമാസത്തിലെ കറുത്തവാവിനും കുംഭമാസത്തിലെ കറുത്തവാവിനും ഇടയിലുള്ള മകം നാളിൽ നടത്തപ്പെട്ടിരുന്ന പ്രാചീന നദീതീര ഉത്സവമാണ് മാമാങ്കം. മാമാങ്ക ആഘോഷത്തിൻ്റെ രക്ഷാപുരുഷസ്ഥാനം മഹോദയപുരത്തെ രാജാവിൽ നിന്ന് വള്ളുവനാട്ടെ നാടുവാഴിയായ വള്ളുവക്കോനാതിരിക്ക് ലഭിച്ചിരുന്നു. സാമൂതിരിയുടെ പടയാളികൾ തിരുനാവായ പിടിച്ചെടുത്തതോടുകൂടി മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായി നിൽക്കുവാനുള്ള അവകാശം സാമൂതിരിയിൽ വന്നു ചേർന്നു. ഇത് അംഗീകരിച്ചു കൊടുക്കുവാൻ വള്ളുവനാട് നാടുവാഴി തയ്യാറല്ലായിരുന്നു. മാമാങ്കം 30 ദിവസത്തെ ആഘോഷം ആണ്. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വാകയൂരിലെ ആൽത്തറയിൽ മങ്ങാട്ടച്ചൻ, തിനയഞ്ചേരി ഇളയത്, ധർമ്മോത്ത് പണിക്കർ, പാറനമ്പി എന്നീ മന്ത്രിമാരുടെയും പടത്തലവന്മാരുടെയും ഏറനാട്, പോളനാട് സേനാവിഭാഗങ്ങളുടെയും അകമ്പടിയോടെ സാമൂതിരി നിലപാട് നിൽക്കും. സാമൂതിരിയുടെ ആധിപത്യം അംഗീകരിക്കുന്ന നാടുകളൊക്കെ അടിമക്കൊടി അയക്കുമ്പോൾ വള്ളുവക്കോനാതിരി മാത്രം ചാവേർ സംഘത്തെ അയക്കുന്നു. അവർ സാമൂതിരിക്ക് അകമ്പടി സേവിക്കുന്ന സേനയുടെയും അംഗപുരുഷന്മാരുടെയും ഇടയിൽ കൂടി വെട്ടിയും കൊന്നും ചത്തും സാമൂതിരിയുടെ അടുത്തെത്തുവാൻ ശ്രമിക്കും. അവരാണ് മാമാങ്ക ചാവേർ. മൈസൂർ ആക്രമണങ്ങളോടെ മാമാങ്ക ആഘോഷങ്ങൾ അവസാനിക്കുകയാണ് ഉണ്ടായത്. അവസാനത്തെ മാമാങ്കം നടന്നത് 1755 കരുതപ്പെടുന്നു. മൈസൂർ സുൽത്താൻ ആയ ഹൈദരാലി ആയിരുന്നു മലബാർ ആക്രമിച്ചത്. ആദ്യ മാമാങ്കം നടന്നത് AD 829 ആണ്. ഇന്നും തിരുനാവായ പ്രദേശത്ത് മാമാങ്കത്തിൻ്റെ സ്മാരകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിലപാട് തറ, യുദ്ധത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ സാമൂതിരിമാർ സൂക്ഷിച്ചിരുന്ന സ്ഥലമായ മരുന്നറ, ചാവേർ പോരാളികളുടെ ജഡങ്ങൾ ചവിട്ടിത്താഴ്ത്തിയിരുന്ന മണിക്കിണർ, ജീവൻ പോകാത്ത ചാവേറുകളെ പട്ടിണിക്കിട്ട് വധിച്ചിരുന്ന പട്ടിണിത്തറ മുതലായവയുടെ അവശിഷ്ടങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. 1990കളിൽ മാമാങ്കത്തറയ്ക്കും മണിക്കിണറിനും ഇടയ്ക്ക് ഒരു പ്രധാന തുരങ്കം കണ്ടെത്തിയിരുന്നു. ചാവേറുകളെ പ്രതിരോധിക്കുന്ന സമയത്ത് പരിക്കേൽക്കേണ്ടി വരുന്ന ഭടന്മാരുടെ ചികിത്സയ്ക്കായി സാമൂതിരിമാർ സ്ഥാപിച്ച ചങ്ങമ്പള്ളിക്കളരിയും തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിന് മുന്നിലായി ചാവേറുകളെ യാത്രയാക്കുവാനായി ഉപയോഗിച്ചിരുന്ന ചാവേർ തറയും ഇന്നും നിലനിൽക്കുന്നുണ്ട്. മാമാങ്കത്തെ ആസ്പദമാക്കി നവോദയ അപ്പച്ചൻ സംവിധാനം ചെയ്ത ചിത്രം 1979 M. പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രം 2019 പുറത്തിറങ്ങി.